വിജിലൻസിന് ഞാനാണ് കൊടുക്കുന്നത്. ആ കോപ്പി നിങ്ങൾക്ക് തരും, അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള അനുബന്ധ രേഖകളും തരും. അല്ല, പരാതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചൊക്കെ സമഗ്രമായിട്ടുള്ള അന്വേഷണങ്ങൾ വേണം. ഉണ്ട്. അതെ, അതിനും പരാതി കൊടുക്കുന്നുണ്ട്. അത് എവിടെയെന്ന് അറിയില്ല, ആകാശത്താവാനാ സാധ്യത. അതിന്റെ പേരിൽ ഇനി ഒരു വലിയ കളക്ഷൻ നടത്തിങ്ങണ്ട് അത് ആവിയായി പോവും. അങ്ങനൊക്കെ പല ഇതും നടന്നിട്ടുണ്ടല്ലോ. ഇന്ന് തന്നെ കൊടുക്കും. ഇപ്പൊ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ മെയിൽ ചെയ്ത് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ നേരിട്ട് അത് പോസ്റ്റലിൽ അയച്ചു കൊടുക്കും, രജിസ്റ്റേർഡ് പോസ്റ്റ് ആക്കിയിട്ട്. മലപ്പുറമല്ല, തിരുവനന്തപുരം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ഡയറക്ടർക്കാണ് കൊടുക്കുന്നത്. ഹാരിസിനെതിരെയുള്ള പരാതി എഴുതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെയും കൊടുക്കുന്നുണ്ട്, സെപ്പറേറ്റ് പരാതി. അല്ല, പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ഇതിൽ നിന്നൊക്കെ പിന്തിരിയണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പിന്തിരിയണുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കൂ. അതിനുശേഷം ഇതാ പിന്നെ മുങ്ങാൻ പോണ കപ്പലാണിത് എന്നുള്ള നിലക്ക് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകണം. ജനങ്ങൾ ഇതിലൊക്കെ ഷെയർ എടുക്കുകയാണ്. എന്നിട്ട് ആ പാവങ്ങൾ കിടന്ന് നിലവിളിക്കുക. ഇന്നലെ രാത്രി എനിക്ക് എത്ര ആളുകളാണ് വിളിച്ചതെന്നറിയോ? ഈ സംരംഭത്തിൽ, TP ഹാരിസിന്റെ സംരംഭത്തിൽ നിക്ഷേപിച്ച ആളുകൾ. നിങ്ങൾ വേണ്ടത്ര ഈ തട്ടിപ്പൊന്നും പുറത്തു കൊണ്ടുവരണില്ല. എത്ര ആൾക്കാർ നിക്ഷേപിച്ചിട്ടുണ്ട്, അവരൊക്കെ ആയിട്ടൊന്ന് ഇന്റർവ്യൂ എടുത്ത് പിന്നെ കാര്യങ്ങളൊന്ന് പിന്നെ നന്നായിട്ട് തന്നെ അത് ഇത് ചെയ്യണം. അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കുടുങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ജാതി പിന്നെ തട്ടിപ്പിന് മുമ്പ് നിൽക്കലില്ല. അപ്പൊ ഞാനും യൂത്ത് ലീഗിൽ ഉണ്ടായിരുന്നാണല്ലോ, യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ. അത് എല്ലാത്തിലും അങ്ങനെ തന്നെയല്ലേ? പലതും പറഞ്ഞിട്ടാണ് ഇവര് പല ആളുകളെയും വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് പറയാണ് 6 മാസം കഴിഞ്ഞാൽ ലീഗ് ഭരണത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പൈസ ഒക്കെ അപ്പം തരും. അപ്പൊ ഈ സാധുക്കൾ എന്നാ പൈസ കിട്ടുകയാണെങ്കിൽ അന്ന് കിട്ടിക്കോട്ടെ എന്നുള്ള നിലക്ക് മിണ്ടാതിരിക്കുകയാണ്. കുറച്ചും കൂടി കഴിയുമ്പോഴേക്ക് അതൊക്കെ പൊളി. ഭരണത്തിൽ വരൂല്ല. ഭരണത്തിൽ വരാത്ത ഒരു സാഹചര്യം വന്ന ഇവിടെ പൊട്ടിത്തെറിയിക്കാരൻ ഈ ജില്ലയിൽ. അത്രയും വലിയ തട്ടിപ്പാണ് നടക്കുന്നത്, അത്രയും വലിയ തട്ടിപ്പ്. യാതൊരു തരത്തിലുള്ള മനസാക്ഷിക്കുത്തുമില്ല. തെളിവ് നിലനിൽക്കൂല, പക്ഷെ ഇതൊരു ഫാക്റ്റ് അല്ലേ? ഈ പാവപ്പെട്ട മനുഷ്യർ പറയാണ്. അത് തന്നെയാണ് ഇവരുടെ ഒരു ക്രിക്കറ്റ്നെസ് എന്ന് പറയുന്നത്. അതാണ് ഇവരുടെ ബലം. എന്താണ്? ഇവർക്കറിയാം ഈ പൈസ, ഷെയർ എടുക്കുന്ന പൈസ നികുതി കൊടുക്കാത്ത പൈസയാണ്. ഈ നികുതി കൊടുക്കാത്ത പൈസ ഷെയർ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രേഖാപ്രകാരം കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല. ആ നിസ്സഹായതയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്. പക്ഷെ ഇന്നല്ലെങ്കിലും പരാതി കുറച്ചുകൂടി കഴിഞ്ഞാലെങ്കിലും പൊങ്ങും, അതുറപ്പാണ്. ഇത് ശാശ്വതമായിട്ട് മണ്ണിട്ട് മൂടാൻ പറ്റൂല. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപകടങ്ങൾ നടന്നാൽ ചിലരൊക്കെ അവരവരുടെ മക്കളുടെ കല്യാണത്തിനൊക്കെ കരുതി വെച്ച പണമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ആ പൈസ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ അവരെന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കളയുമോ എന്ന ഭയം വരെ പലർക്കും ഉണ്ട്. അല്ല, അത് ഇതിൽ പറയുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ് ഇവരൊക്കെ തന്നെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവിനെയാണ് മൂർക്കനാട് സർവീസ് സഹകരണ ബാങ്കിൽ 18 ലക്ഷം തട്ടിയതിന് ജയിലിലിട്ടത്. ഇപ്പൊ ആ പൈസ
അടച്ചിട്ടുണ്ട്. ആ പൈസ എവിടുന്ന് കിട്ടി അത് അന്വേഷിക്കണം. ആ പൈസ കിട്ടിയതിനൊരു സോഴ്സ് ഉണ്ടാവുമല്ലോ. 18 ലക്ഷമാണല്ലോ. 18 ലക്ഷം ഇന്ന വഴിക്ക് കിട്ടി, അവർക്ക് പറയാം ഇന്ന വഴിക്കാണ് കിട്ടിയത്, ഞാൻ ഇന്ന സ്ഥലം വിറ്റു, എൻ്റെ അങ്ങനെ ഞാൻ സമാഹരിച്ച പണമാണ് കൊടുത്തിട്ടുള്ളത് എന്ന് പറയാമല്ലോ. ഇസ്മയിൽ മൂത്തേടം അയാളും എടക്കര സർവീസ് സഹകരണ ബാങ്കിൽ കോടികൾ തട്ടിയ കേസിൽ പ്രതിയാണ്. അവിടെയും കുറെ പൈസ കൊടുത്ത് സാമ്പത്തിക ബാധ്യത തീർത്തിട്ടുണ്ട്. ആ പണവും എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് അവർ വ്യക്തമാക്കണം. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അതിൽ ഒരു പെട്ടെന്ന് തന്നെ മാറ്റാൻ, ആ നിമിഷം മാറ്റാൻ കഴിയില്ലല്ലോ. സ്വാഭാവികമായിട്ടും അയാൾക്കെതിരെ എൻക്വയറി നടത്തണം, ഒരു ഡിപ്പാർട്ട്മെന്റിൽ എൻക്വയറി നടത്തണമല്ലോ. ആ എൻക്വയറി നടത്തി ഉടനെ തന്നെ അതിൽ തീർപ്പുണ്ടാവും. ആ അതെല്ലാം ഇപ്പൊ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ടല്ലോ. ആ പ്രശ്നം ക്രൈംബ്രാഞ്ചിന് അന്വേഷണ ചുമതല ഏൽപ്പിച്ചല്ലോ. അപ്പോൾ ഇനി ഇപ്പോൾ സെക്രട്ടറിയെ വിളിച്ചു ക്രൈംബ്രാഞ്ച്, അയാളോട് ചോദിക്കുന്നുണ്ട്, അയാൾ പറയട്ടെ, യഥാർത്ഥ പ്രതികൾ ആരാണ് എന്നുള്ളത് പുറത്തു വരട്ടെ. കുറച്ച് ദിവസമൊക്കെ ഇരിക്കുമല്ലോ, സ്വാഭാവികല്ലേ. അയാൾക്കെതിരെയുള്ള അന്വേഷണം ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നടക്കുന്നുണ്ട്. അത് വന്നാൽ ഉടനെ തന്നെ എടുക്കും. ഒരാൾക്കെതിരെ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടി സ്വീകരിക്കുമ്പോൾ അതിന് ഒരു സമയമുണ്ടല്ലോ. അതെ 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 അതെ, ഉടനെ തന്നെ. ഇപ്പൊ തിങ്കളാഴ്ച നാളെയോ മറ്റന്നാളോ ആയിട്ട് അത് നടക്കും.